അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 19th ചാപ്റ്ററായ റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്ന ലെസനാണ് കേട്ടോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ നമുക്ക് സെക്ഷൻ ഫസ്റ്റിലേക്ക് കിടക്കാം. എന്താണ് നോക്കാം. സെക്ഷൻ ഫസ്റ്റ്. One stormy night many years ago, an elderly man and his wife entered the lobby of a small hotel in Philadelphia. Trying to get out of the rain, the couple approached the front desk, hoping to get some shelter for the night. എന്താണ് പറയുന്നത്, ഇടിയും മിന്നലുമുള്ള രാത്രിയിൽ ഏജിലായിട്ടുള്ള ഒരു മാനും അദ്ദേഹത്തിൻ്റെ വൈഫും കൂടി ഹോട്ടലായ ഫിലാഡൽഫിയയിലേക്ക് എൻ്റർ ചെയ്യുകയാണ്, അവിടേക്ക് പോവുകയാണ്. എന്താണ്, മഴയിൽ നിന്നും മാറി, അല്ലെങ്കിൽ മഴയിൽ നിന്നും രക്ഷപ്പെട്ട് എന്ന് വേണമെങ്കിൽ പറയാം. മഴയിൽ നിന്നും മാറി ഹോട്ടലിലേക്ക് ചെന്നിട്ട് അവിടുത്തെ ഒരു നൈറ്റിൽ ഒരു ദിവസത്തേക്ക് തങ്ങാനുള്ള രാത്രി സമയത്ത് ഒരു ദിവസത്തേക്ക് തങ്ങാനുള്ള റൂമിനായിട്ട് ഹോട്ടലിലേക്ക് പോവുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, അവിടെ ചെന്നിട്ട് ചോദിക്കുകയാണ്, ഇവിടെ റൂം അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നു. Could you possibly give us a room here? The husband asked. The clerk, a friendly man with a winning smile, looked at the couple and explained that there were three conventions in town. All of our rooms are taken, the clerk said. But I can't send a nice couple like you out into the rain at 1 o'clock in the morning. Would you perhaps be willing to sleep in my room? It's not exactly a suite, but it will be good enough to make you folks comfortable for the night. When the couple declined, the young man pressed on. Don't worry about me. I'll make out just fine, he told them. So the couple agreed. എന്താണ് പറയുന്നത്, Could you possibly give us a room here? എന്താണ് പറയണേ, ഇവിടെ ഞങ്ങൾക്കൊരു റൂം തരുമോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ അവൈലബിൾ ആണോ, റൂം തരുമോ എന്നാണ് ഹസ്ബൻഡ് ചോദിക്കുകയാണ് ക്ലർക്കിനോട്. അപ്പോൾ ക്ലർക്ക് വളരെ മാന്യനും ഒരു ഫ്രണ്ട്ലി മാനേഴ്സ് ഉള്ള ഒരു വ്യക്തിയുമായിരുന്നു. അദ്ദേഹം ഒരു സ്മൈലോട് കൂടി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, റൂമൊക്കെ ഫുള്ളാണ്, ടൗണിൽ 3 കൺവെൻഷൻ നടക്കുന്നുണ്ട്, അതുകൊണ്ട് റൂമൊക്കെ എല്ലാവരും ഇതുപോലെ വന്ന് എടുത്തു. റൂമൊക്കെ ഫുള്ളായി, എല്ലാവരും അതൊക്കെ അറേഞ്ച് ചെയ്ത് എടുത്തു എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്, വേറെ നിങ്ങൾ നല്ലൊരു കപ്പിളായതുകൊണ്ട് നിങ്ങളെ എനിക്ക് പറഞ്ഞയക്കാൻ തോന്നുന്നില്ല, അതുകൊണ്ട് വിരോധമില്ലെങ്കിൽ എൻ്റെ റൂമിൽ തങ്ങാമോ, കുഴപ്പമില്ലെങ്കിൽ തങ്ങാമോ. എന്താണ്, റൂമൊക്കെ ബുക്കായതുകൊണ്ടാണ് പറയുന്നത്, ഇവർ നല്ലൊരു പെയറായിട്ട് തോന്നിയത് കൊണ്ടാണ് പറയുന്നത്. ഈ രാത്രി എൻ്റെ മുറിയിൽ കിടക്കാം. അത്ര വലിയ സൗകര്യമൊന്നുമില്ല, എങ്കിലും നിങ്ങൾക്കതിൽ വിരോധമില്ലെങ്കിൽ അതിൽ കഴിയാമെന്ന് പറയുന്നു. അപ്പോൾ അത് എന്താ പറയുക, ഇവരത് വിസമ്മതിക്കുകയാണ്, വേണ്ട, അത് അഗ്രി ചെയ്യുന്നില്ല, വേണ്ട എന്താണ്. അപ്പോൾ എന്താ പറയണത്, നിങ്ങൾ എന്നെക്കുറിച്ച് ഓർത്ത് ബുദ്ധിമുട്ടണ്ട, ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം, നിങ്ങളതിൽ ആ റൂം യൂസ് ചെയ്തോളൂ എന്നാണ് പറയുന്നത്. സെക്കൻഡ് പാരാഗ്രാഫ് ആണ് കഴിഞ്ഞു. ഇനി ലാസ്റ്റിൽ, as he paid his bill the next morning, the elderly man said to the clerk, you are the kind of manager who should be the boss of the best hotel in the United States. Maybe someday I will build one for you. The clerk looked at them and smiled. The 3 of them had a good laugh as they drove away. The elderly couple agreed that the helpful clerk was indeed exceptional, as finding people who are both friendly and helpful is not easy. എന്താണ് പറയുന്നത്, നെക്സ്റ്റ് ഡേ അവർ ബില്ല് പേ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്താണ്, അവിടെ ഇവർ നെക്സ്റ്റ് ഡേ ആ ബില്ല് പേ ചെയ്യാൻ പോകുമ്പോൾ മാനേജറോട് പറയുകയാണ്, നിങ്ങളൊരു നല്ലൊരു മാനേജറാണ്, അതുകൊണ്ട് മേ ബി നിങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റിൽ പോലെയുള്ള സ്ഥലത്ത് നിങ്ങൾ വർക്ക് ചെയ്യേണ്ട ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പെരുമാറ്റം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നിങ്ങൾ അതുപോലെയുള്ളൊരു യുണൈറ്റഡ് സ്റ്റേറ്റ് പോലെയുള്ള ഒരു രാജ്യത്ത് ഇതുപോലെയുള്ള ഒരു ഹോട്ടലിൽ മാനേജറായിരിക്കേണ്ട വ്യക്തിയാണ് എന്നാണ് പറയുന്നത്.
പിന്നെ എന്താ പറയണേ, മേ ബി നിങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വർക്ക് ചെയ്യേണ്ട ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞല്ലോ. എപ്പോഴെങ്കിലും ഞാൻ നിങ്ങൾക്കൊരു ബിൽഡിംഗ് പണിത് തരും. അതായത് ഇയാൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്ലർക്കിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബിൽഡിംഗ് പണിത് തരും എന്ന് പറഞ്ഞ് 3 പേരും കൂടി ചിരിക്കുകയാണ്. ഈ ഒരു ഏജ്ഡായ വ്യക്തി പറയുകയാണ്, ഇത്രയും നല്ലൊരു വ്യക്തിത്വമുള്ള മനസ്സുള്ള ആളുകളെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനാവില്ല. വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു ലെറ്റർ അദ്ദേഹം വായിച്ചിട്ട് ഓർമ്മകൾ അയവിറക്കുന്നത് പോലെയാണ് കേട്ടോ സ്റ്റോറി. ഈ ലെറ്ററിൽ നിന്നും ഓർമ്മകൾ വീണ്ടും റീകോൾ ചെയ്യുകയാണ്. എന്നിട്ട് എന്താണ് പറയുന്നത്? The clerk looked at them and smiled. The 3 of them had a good laugh. As they drove away, the elderly couple agreed that the helpful clerk was indeed exceptional, as finding people who are both friendly and helpful not easy. എന്താണ് പറയുന്നത്? ഇത്രയും നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഫ്രണ്ടിനെ കിട്ടുന്നത് അത്ര എളുപ്പ കാര്യമല്ല എന്ന് പറഞ്ഞാണ്. എന്നിട്ട് ഇവർ അവിടെ നിന്ന് വരികയാണ് ചെയ്യുന്നത്. പിന്നീട് എന്താണ്, 2 years passed. The clerk had almost forgotten the incident. When he received a letter from the old man, it recalled that stormy night and enclosed a round-trip ticket to New York, asking the young man to pay them a visit. എന്താണ് പറയുന്നത്? 2 വർഷം കഴിഞ്ഞു. അപ്പോൾ ക്ലർക്കിന് ഇദ്ദേഹത്തിൻ്റെ ലെറ്റർ ലഭിക്കുകയാണ്. ലെറ്റർ ലഭിച്ചിട്ട് അന്നത്തെ ആ സ്റ്റോമി നൈറ്റിലുണ്ടായിരുന്ന ആ ഒരു ഇൻസിഡൻറ്റ് അദ്ദേഹം ഒന്നും കൂടി റീകോൾ ചെയ്യുന്നു. ആ ലെറ്ററിൻ്റെ കൂടെ ന്യൂയോർക്കിലേക്കുള്ള ടിക്കറ്റും അദ്ദേഹം പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ന്യൂയോർക്ക് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിക്കറ്റും കൂടി ഉണ്ടായിരുന്നു. ദ ഓൾഡ് മാൻ മെറ്റ് ഹിം ഇൻ ന്യൂയോർക്ക് ആൻഡ് led him to the corner of 5th Avenue and 34th Street എന്നാണ് പറയുന്നത്. എന്താണ്, ഓൾഡ് മാന് അദ്ദേഹത്തെ ന്യൂയോർക്കിൽ വെച്ച് മീറ്റ് ചെയ്യുന്നു. അത് ഏത് സ്ഥലത്താണ്, ഏത് പ്ലേസിൽ വെച്ചാണ്? 5th Avenue ആൻഡ് 34th Street എന്നാണ് പറയുന്നത്. ഇന്ന് ആ പ്ലേസിൽ വെച്ചിട്ട് ഇവർ മീറ്റ് ചെയ്യുകയാണ്. ഓൾഡ് മാൻ മീറ്റ് ചെയ്യുന്നു. അവിടെ ഒരു പുതിയ ബിൽഡിംഗ് ഉണ്ടായിരുന്നു. എന്നിട്ട് അവിടേക്ക് കൊണ്ടുപോവുകയാണ്. അവിടുന്ന് he then pointed to a great new building. There a flare reddish stone with turrets and watchtowers thrusting up to the sky. That, said the older man, is the hotel I have just built for you to manage. You must be joking, the young man said. I can assure you I am not, said the older man, a sly smile playing around his mouth. എന്താണ് പറഞ്ഞത്? ഒരു ബിൽഡിങ് കാണിച്ചിട്ട് പറഞ്ഞു. ഒരു റെഡ് സ്റ്റോൺ വെച്ചിട്ടുള്ളൊരു ബിൽഡിംഗ് ആയിരുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പണിത ബിൽഡിംഗ് ആണ്. നിങ്ങൾ വേണം ഇത് മാനേജ് ചെയ്യാൻ. അപ്പോൾ ക്ലർക്ക് സ്മൈൽ ചെയ്യാണ്. എന്താ ചോദിക്കുന്നത്? യങ് മാൻ സെഡ്, ഐ ക്യാൻ അഷ്യൂർ യു ഐ ആം നോട്ട്. എന്താണ് പറയുന്നത്? അദ്ദേഹത്തിനൊരു യു മസ്റ്റ് ബി ജോക്കിംഗ്, ഞങ്ങൾക്ക് വിശ്വസിക്കാനായിട്ടില്ല. എന്താണ് പറയുന്നത്? തമാശ പറയുകയാണോ? വിശ്വസിക്കാനാവാതെ നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ എന്നൊക്കെ ഇദ്ദേഹം ചോദിക്കുകയാണ്. അല്ല, നിങ്ങൾക്ക് വേണ്ടി പണിത് തന്നെയാണ് എന്ന് പറയുന്നു. അപ്പോഴെന്താണ്, ക്ലർക്കിന് വിശ്വസിക്കാനാവുന്നില്ല. ഓൾഡർമാൻ്റെ ദ ഓൾഡർമാൻ നെയിം വാസ് വില്യം വാൾഡോർഫ് ആസ്റ്റർ ആൻഡ് ദാറ്റ് മാഗ്നിഫിഷ്യൻറ്റ് സ്ട്രക്ചർ വാസ് ദ ഒറിജിനൽ വാൾഡോർഫ് ആസ്റ്റോറിയ ഹോട്ടലിൻ്റെ പേരാണ് വാൾഡോർഫ് ആസ്റ്റോറിയ ഹോട്ടൽ നെയിമാണ്. ദ യങ് ക്ലർക്ക് ഹു ബിക്കെയിം ഇറ്റ്സ് ഫസ്റ്റ് മാനേജർ വാസ് ജോർജ് സി ബോൾട്ട്. ദിസ് യങ് ക്ലർക്ക് നെവർ foresaw the turn of events that would lead him to become the manager of one of the world's most glamorous hotels. എന്താണ് പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ പേരുകളാണ്. ക്ലർക്കിൻ്റെ പേര് ജോർജ് സി ബോൾട്ട് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഓൾഡർമാൻ്റെ പേരാണ് വില്യം വാൾഡോർഫ് ആസ്റ്റർ. ഹോട്ടലിൻ്റെ പേര് വാൾഡോർഫ് ആസ്റ്റോറിയ ഹോട്ടൽ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ എന്താണ് പറയുക? യങ് ക്ലർക്ക് ഹു ബിക്കെയിം ഇറ്റ്സ് ഫസ്റ്റ് മാനേജർ ആസ് ജോർജ്. എന്താണ് ഫസ്റ്റ് മാനേജർ? ക്ലർക്ക് ആസ്റ്റോറിയ ഹോട്ടലിലെ ക്ലർക്കാണ്. അപ്പോൾ ഫസ്റ്റ് മാനേജറാണ് അദ്ദേഹത്തിൻ്റെ നെയിമാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്നും ഇദ്ദേഹത്തിന് വിശ്വസിക്കാനാവുന്നില്ല. വേൾഡിലെ തന്നെ ഇത്രയും നല്ലൊരു ഹോട്ടലിൽ ഇത്രയും നല്ലൊരു പൊസിഷനിൽ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ, അതും ഇത്രയും ഭംഗിയുള്ളൊരു ഹോട്ടലിൻ്റെ മാനേജറായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭാഗ്യം അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല.
അന്ന് ആ റൂം കൊടുത്തതിന് വേണ്ടി അദ്ദേഹം തിരികെ കൊടുത്ത ഒരു നന്മയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ഉതകുന്ന തരത്തിലുള്ളൊരു സഹായമാണ് ക്ലർക്കിന് കിട്ടിയിരിക്കുന്നത്. അതിന് അത് അന്നത്തെ ഒരു ഇൻസിഡൻ്റാണ് അതിന് കാരണമായത് എന്ന് ആ ക്ലർക്ക് ഓർക്കുകയാണ്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് നമ്മൾ സെക്ഷൻ 2 നമ്മൾ നോക്കുന്നത്. എന്താണ് അദ്ദേഹത്തിന് അതിലെ ഒരു സ്പീച്ചാണ്, നെഹ്റുവിൻ്റെ സ്പീച്ചാണ്. മറ്റ് സ്റ്റോറി കഴിഞ്ഞ് നമ്മൾ സെക്ഷൻ 2 കൊടുത്തിരിക്കുന്ന വേറെയാണ്, നെഹ്റുവിൻ്റെ സ്പീച്ചാണ് കൊടുത്തിരിക്കുന്നത്. സെക്ഷൻ 1 എന്താണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഓർമ്മയിലുണ്ട് വിചാരിക്കുന്നു. ഓക്കെ, ഓർമ്മയിലുള്ളത് എന്താണ്, ലാസ്റ്റത്തെ കൺക്ലൂഡിങ് അങ്ങനെയാണ് വരുന്നത്. അദ്ദേഹം ഈ ഓൾഡ് മാൻ ചെയ്തു കൊടുത്ത സഹായം ക്ലർക്കിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സെക്ഷൻ 2 കിടക്കാം. എന്താണ്, നെഹ്റുവിൻ്റെ ഒരു സ്പീച്ചാണ്. വി ലിവ് ഇൻ എ വണ്ടർഫുൾ വേൾഡ് ദാറ്റ് ഈസ് ഫുൾ ഓഫ് ബ്യൂട്ടി ആൻഡ് ചാം ആൻഡ് അഡ്വഞ്ചർ. ദർ ഇസ് നോ എൻഡ് ടു ദ അഡ്വഞ്ചർ ദാറ്റ് വി can have if only we seek them with our eyes. Is no end to the adventure that we can have if only we seek them with our eyes open. Our own country is a little word in itself with an infinite variety and places for us to discover. I have traveled a great deal in this country and I have grown in ഇയേഴ്സ് എന്നാണ്. ഇന്ത്യയെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ സ്പീച്ച് പറയുന്നത്. നമ്മൾ ജീവിക്കുന്നത് അത്ഭുതങ്ങളുള്ള ലോകത്താണ് ജീവിക്കുന്നത് എന്നാണ് പറയുന്നത്. ആകർഷിക്കുന്നതും എന്താ പറയുക, പലതരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളും ആകർഷിക്കുന്ന തരത്തിലും പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ഒരു ലൈഫാണ് മനുഷ്യൻ്റേത്. അപ്പോൾ അതിനെ അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ സ്പീച്ചിലൂടെ, ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരുപാട് സാഹസികതയും ഒരുപാട് കാര്യങ്ങളുമുള്ള വേൾഡാണിത്. ഇത് ഇന്നത്തേത് കണ്ണ് തുറന്ന് കാണണമെന്നാണ് പറയുന്നത്. ഇന്നത്തേത് നമ്മൾ ഒരു ഇന്ത്യയെക്കുറിച്ചാണ് പറയുന്നത്. കണ്ണ് തുറന്ന് കാണണം, അതിൻ്റെ ബ്യൂട്ടി അല്ലെങ്കിൽ അഡ്വഞ്ചറായ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ണ് തുറന്ന് നോക്കണം. ഇന്ത്യയെ തന്നെ ചെറിയൊരു രാജ്യമാണ്, ഇന്ത്യ തന്നെ ഒരു ചെറിയ രാജ്യമാണ്, ആസ്വദിക്കാനും പഠിക്കാനുമുണ്ട്, ഒരു കൊച്ചു വേൾഡാണിത് എന്നാണ് പറയുന്നത്. ഞാൻ ഈ കൺട്രിയിൽ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, ഇനിയും കാണാത്ത സ്ഥലങ്ങൾ ഒരുപാടുണ്ട്, ഇന്ത്യയിൽ ബാക്കി വെച്ചിട്ടുണ്ട്. സ്ഥലങ്ങളിൽ ഇനിയും കാണാൻ എനിക്ക് അവസരം ലഭിച്ചാൽ ഞാൻ ഇനിയും ആ കാണാത്ത പ്ലേസസിലൊക്കെ പോയി അല്ലെങ്കിൽ കാണാത്ത സ്ഥലങ്ങളൊക്കെ പോയി കാണും. അതെൻ്റെ ഒരു ആഗ്രഹമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് എന്താണ് പറയുന്നത്, should like to go with them, not so much to the great cities of India as to the mountains and the forests and the great rivers and the old monuments of all of which tell us something India story എന്നാണ് അദ്ദേഹത്തിന് പോകാൻ ഇഷ്ടം. I would like to go there in the company of bright young children whose minds are opening out with a wonder and curiosity as they make a new discoveries എന്നാണ് അദ്ദേഹത്തിന് ഇനിയും പോകാൻ ആഗ്രഹമുള്ളത്. എൻ്റെ ആഗ്രഹം കുട്ടികളുമായി യാത്ര പോകണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. കാരണം അവരുടെ ക്യൂരിയോസിറ്റി, അവരുടെ എന്തെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയും അല്ലെങ്കിൽ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് അദ്ദേഹത്തിന് ഇഷ്ടം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരുപാട് സിറ്റീസ് ബേസ് അല്ലെങ്കിലും മൗണ്ടെയ്ൻസും ഫോറസ്റ്റ് റിവേഴ്സ് പുഴകൾ അങ്ങനെയുള്ള സ്മാരകങ്ങൾ അല്ലെങ്കിൽ വലിയ മലകൾ മൗണ്ടെയ്ൻസ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണം. കുട്ടികളെയാണല്ലോ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ടാണ് നവംബർ 14 ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നത് തന്നെ. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ചിൽഡ്രൻസിനെയാണ് ഏറ്റവും ഇഷ്ടം. അതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയാം അല്ലേ. നമുക്ക് ഇതെല്ലാം ഇന്ത്യയുടെ ചരിത്രം പറഞ്ഞു തരും എന്നാണ് പറയുന്നത്. ഈ സ്മാരകങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി കാണുന്നതിലൂടെയും കുട്ടികളോടൊപ്പം പോകുന്നതിലൂടെ അവർക്ക് മനസ്സിലാവാനും നമുക്കിത് ഇന്ത്യയുടെ ചരിത്രം പറഞ്ഞു തരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അവരിതെല്ലാം ആസ്വദിക്കണമെന്നും മഞ്ഞുള്ള പ്ലേസിൽ പോകണം, അവരും ഇതെല്ലാം ആഗ്രഹിക്കുന്നുണ്ടെന്നും ഒക്കെയാണ് അദ്ദേഹം പറയുന്നത്. പിന്നെന്താണ്, മഞ്ഞുപാളികളിലൊക്കെ ഇങ്ങനെ കളിക്കുന്നത് കാണാൻ ഇഷ്ടമാണ് അദ്ദേഹത്തിനോടെന്നാണ് പറയുന്നത്. കുട്ടികളോടൊത്തുള്ള യാത്ര ജീവിതത്തിലേക്ക് പുതിയ വർണ്ണങ്ങൾ ലഭിക്കും, അവരെ നമ്മൾ സുഹൃത്തുക്കളെ പോലെ കാണണമെന്നാണ് അദ്ദേഹം പറയുന്നത്.
ഫോറസ്റ്റിൽ പോയി ചെറുതും വലുതുമായ മൃഗങ്ങളെ കാണുന്നതും. സാഹസികതയാണ് അതെല്ലാം. കാരണം മൃഗങ്ങളൊക്കെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കെയർ ചെയ്തിട്ട് വേണം പോവാൻ. അപ്പോൾ എന്താണ് പറയുന്നത്, ഇതൊക്കെ സാഹസികതയാണെങ്കിലും ഇതൊക്കെ ആസ്വദിക്കുക എന്നത് വളരെ നല്ലൊരു അദ്ദേഹത്തിൻ്റെ ഒരു വളരെ നല്ലൊരു കൗതുകമായിട്ടുള്ളൊരു സാഹചര്യമായിട്ടാണ് അദ്ദേഹം ഇതൊക്കെ കൊണ്ടുവന്നത്. വിത്ത് ചിൽഡ്രൻസ് എന്ന് വെച്ചാൽ കുട്ടികളുമായിട്ടുള്ള ഒരു ഈ യാത്രകളും ഇതെല്ലാം ആഗ്രഹിക്കുന്നത്, അദ്ദേഹം എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കുട്ടികളുമൊത്തുമാണ്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ അവർക്കൊരു എന്താ പറയുക, അവർക്കൊരു മനസ്സിനൊരു എൻജോയ്മെൻ്റ് ആവുമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ. പിന്നീട് എന്താണ് പറയുന്നത്, ഫൂളിഷ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ഫൂളിഷ് പീപ്പിൾ ടു ഗോ ദെയർ വിത്ത് എ ഗൺ ആൻഡ് കിൽ ദം ആൻഡ് ദസ് പുട്ട് ആൻ end to something but that was beautiful. It is far more interesting and amusing to wander about without a gun or any other weapon and to find that wild animals are not afraid and can be approached എന്നാണ് പറയുന്നത്. ഫോറസ്റ്റിൽ പോകുമ്പോൾ ചെറിയതും വലുതുമായിട്ടുള്ള മൃഗങ്ങളെ കാണും. അപ്പോൾ ഫൂളിഷായിട്ടുള്ളവർ അതിനെ കൊന്ന് അതിൻ്റെ ബ്യൂട്ടിയെ നശിപ്പിക്കുക. അപ്പോൾ വെപ്പൺസൊക്കെ ആയിട്ടാണ് ഫോറസ്റ്റിലേക്ക് പോവുക. അപ്പോൾ നമ്മളെന്താണ്, വെപ്പൺസായിട്ട് ഒരിക്കലും പോകരുത്. അവരെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു അതുപോലെ ഇരിക്കും നമ്മളോട് തിരിച്ചും അവർ അപ്രോച്ച് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്, പിന്നീട് അതിനങ്ങനെ അറ്റാക്ക് ചെയ്യണമെന്നുള്ള ഒരു ചിന്തയൊന്നുമില്ല. മനുഷ്യനായിട്ട് മൃഗങ്ങളെ എങ്ങനെ അറ്റാക്ക് ചെയ്യിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ ചെയ്യുകയാണ് എന്നാണ് പറയുന്നത്. നമ്മളതിനെ പേടിപ്പിക്കുകയാണ് ശരിക്കും സീരിയസ് ആയിട്ടും ഒരു ഇതിൽ. അത് നമുക്കറിയാമല്ലോ, അങ്ങോട്ട് നമ്മൾ എന്തിനേയും വേദനിപ്പിക്കാണ്ട് നമ്മൾ ഇങ്ങോട്ടൊന്നും ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഒരാളോട് സംസാരിക്കുകയാണെങ്കിലും നല്ല രീതിയിൽ സംസാരിക്കുകയാണെങ്കിലും അവർ നമ്മളോട് തിരിച്ച് നല്ല രീതിയിലായിരിക്കും, വളരെ മാന്യമായ രീതിയിലും മര്യാദയായിട്ടൊക്കെ ആയിരിക്കും സംസാരിക്കുക. അപ്പോൾ അതുപോലെ തന്നെയാണ് മൃഗങ്ങളോട് പെരുമാറുമ്പോഴും നമ്മൾ അതിനോട് അങ്ങോട്ട് സ്നേഹിച്ചാലേ ഇങ്ങോട്ടും ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളതിനെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്താലേ അതിനെ നമ്മളെ ദ്രോഹിക്കണം അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കണം. അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫൂളിഷായിട്ടുള്ള ആൾക്കാരാവരുത് എന്നാണ് പറയുന്നത്. സ്വയം പ്രതിരോധിക്കാൻ വേണ്ടി നമ്മളെ അവർ അറ്റാക്ക് ചെയ്യുമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. കൊല്ലണമെന്ന ഉദ്ദേശത്തോടുകൂടി പോവുകയാണെങ്കിൽ അത് നമ്മളെ തീർച്ചയായിട്ടും അറ്റാക്ക് ചെയ്യും. സ്നേഹത്തോടു കൂടി പോവുകയാണെങ്കിൽ ഒരു പ്രശ്നം വരുന്നില്ല. മനുഷ്യനെ തേടി മനുഷ്യന് അവരോട് ചില മൃഗങ്ങളൊക്കെ കാട്ടിലും ജീവിക്കുന്ന മൃഗങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവരെ ഇണക്കിയെടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്താണ് പറയുന്നത്, ആൻഡ് മൈറ്റ് അറ്റാക്ക് യു ഇൻ സെൽഫ് ഡിഫെൻസ്, ദ ഫിയർലെസ് പേഴ്സൺ ഈസ് സെൽഡം ഇഫ് എവർ അറ്റാക്ക്ഡ് എന്നാണ് പറയുന്നത്. നമ്മൾ അങ്ങോട്ട് ആക്രമിച്ചാലേ ഇങ്ങോട്ട് ആക്രമിക്കുകയുള്ളൂ. അപ്പോൾ മനുഷ്യൻ ഇടപഴകും തോറും അങ്ങനെയാണ്, അവർക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല എന്നാണ് പറയുന്നത്. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറണം, സംസാരിക്കണം മാത്രമല്ല പറയുന്നതും മറ്റുള്ളവർക്ക് വേദനയാവാത്ത വിധത്തിൽ വേണം നമ്മൾ പെരുമാറാൻ എന്നാണ് പറയുന്നത്. പെർഹാപ്സ് ദാറ്റ് ലെസൺ മൈറ്റ് ബി applied to human beings also. If we meet other people in a friendly way, they also become friendly. But if we are afraid of them or if we show our dislike of them, then they behave in the same manner. മൃഗങ്ങൾ മാത്രമല്ല മനുഷ്യരും എങ്ങനെയാണ്, മനുഷ്യരോട് നമ്മൾ അങ്ങോട്ട് എങ്ങനെ ഇടപഴകുന്നു അതുപോലെ തന്നെയാണ് തിരിച്ചും നമ്മളോട് ഇടപഴകുക. നമ്മൾ അവരോട് നന്നായി പെരുമാറുകയാണെങ്കിൽ അവർ തിരിച്ചും നമ്മളോട് നന്നായി പെരുമാറും എന്നാണ് അദ്ദേഹം ഇതിൽ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. ഓക്കെ, താങ്ക് യു.